ഹലോ, രന ഫാത്തിമ. ഫാത്തിമയ്ക്ക് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കരയാൻ മാത്രമേ സമയമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആദ്യത്തെ കരച്ചിൽ ന്യൂറയായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു. ആ സമയം മുതൽ ഇന്ന് ഉച്ചവരെ ഇരുന്ന കരച്ചിലായിരുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത്. അതെല്ലാവരുടെ കാര്യത്തിലും ബാധകമാണ്, എൻ്റെ കാര്യത്തിലും ബാധകമാണ്. നൂറയെ വെറുതെ ഒന്ന് പോയി ചൊറിഞ്ഞതാ. നൂറ അന്ന് രാത്രി നന്നായിട്ട് മാന്തി അങ്ങ് വിട്ടായിരുന്നു. ആ മാന്തി വിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ബാത്റൂമിലിരുന്ന് കരച്ചിലായിരുന്നു. ഇന്നലെ അതിന് നൂറയുടെ അടുത്ത് മാപ്പൊക്കെ പറഞ്ഞിട്ട് വേറൊരു കരച്ചിലുണ്ടായിരുന്നു. കാരണം ചുമ്മാ ചൊറിഞ്ഞുകൊണ്ടിരുന്നത് അനുമോളെ ആയിരുന്നു അവിടെ കരച്ചിൽ ഡ്രാമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അനുമോളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ അവളുടെ ഫാനാണ്, സപ്പോർട്ടറാണ്, PR ആണ്. ഇതൊന്നും അല്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ആരുടെയും PR അല്ല, സപ്പോർട്ടറും അല്ല, ആർമിയും അല്ല, ഫാനും അല്ല. ഓക്കെ, ഇന്ന് മസ്താനിയുമായിട്ട്, എനിക്ക് തോന്നുന്നു മസ്താനിയുമായിട്ടുള്ള വഴക്കാണെന്ന് തോന്നുന്നു, കരഞ്ഞ് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അതും വലിയ കരച്ചിലായിരുന്നു. എൻ്റെ പൊന്നെ, ആ ലൈവ് കണ്ട സമയത്ത് ഞാനും കൂടെ ആലോചിച്ചു, ഈ കൊച്ചെന്തിനാ ഇങ്ങനെ കരയുന്നത്. അമ്മാതിരി കരച്ചിലായിരുന്നു. എൻ്റെ ചെറുക്കം പുറത്തുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൻ കരച്ചിലായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ സമ്മർ ചേട്ടൻ ഒന്ന് പറയുന്നുണ്ട്, ഞാൻ അതൊന്ന് കേട്ടിത്തരാം. ആര്യനും പ്രവീണും തമ്മിൽ നടന്ന വഴക്കിനിടയിൽ നീ പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നല്ലാതെ നീ ഇതിനകത്ത് എന്ത് കണ്ടന്റടാ കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഒരു ടോപ്പിക് അവിടെ പൊങ്ങി വരുന്നു. ഈ ഒരു വഴക്കിന്റെ ഇടയിൽ ഒരുപാട് പേര്, മസ്താനി വരുന്നുണ്ട്, നമ്മുടെ ജിഷിൻ വരുന്നുണ്ട്, ഇങ്ങനെ ഇവരെല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ റെന ഫാത്തിമ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ പുതപ്പിന്റെ അടിയിലെ കാര്യങ്ങൾ പറഞ്ഞ് അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ച് മസ്താനിയും റെനയും തമ്മിൽ കൊമ്പ് കോർക്കുന്നു. അപ്പൊ മസ്താനി പറയുന്നു എന്ന് തോന്നുന്നു, നീയും പുതപ്പിന്റെ അടിയിൽ അവിടെ പോയി കിടക്കുന്നില്ലേ. ഇത് കേട്ട് റെന ഫാത്തിമ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലറി വിളിച്ച് കരയുന്നുണ്ട്. അതായത് കാരണം ഇന്നലെയോ മെനഞ്ഞാന്നോ എങ്ങാണ്ട് റെന ഫാത്തിമയും ഈ ജിസേലിന്റെ ഒപ്പം പുതപ്പ് മൂടി കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരിത് പറയുന്ന കേട്ടപ്പോ ഇത് നെഗറ്റീവായിട്ട്, അതായത് ആര്യനും റെന ഫാത്തിമയും അതുപോലെ ജിസേലും ഒക്കെ ഒന്നിച്ചാണല്ലോ എപ്പോഴും ഇരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാരും കൂടെ പുതപ്പിന്റെ അടിയിൽ കിടക്കുന്നു എന്നുള്ള രീതിയിൽ പുറത്തേക്ക് പോയി മോശമായി പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കേട്ടോ സീരിയസ്ലി കരഞ്ഞ് വിളിക്കുന്നുണ്ട്. അതായത് പുറത്ത് വിവാഹമൊക്കെ ഉറപ്പിച്ച ആളാണ് റെന, ബോയ് ഫ്രണ്ട് ഉണ്ട്. സോ അവരുടെ ലൈഫിനെ ബാധിക്കുന്ന തരത്തിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ള പേടി കൊണ്ട് അലറി വിളിച്ച് കരയാണ്. ഇനി എന്ത് നെഗറ്റീവ് പോവാനാ, മൊത്തം നെഗറ്റീവാണ്. റെന അതിൻ്റെ അകത്ത് കയറി 2-ാം ദിവസം മുതൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. ചീവീട് എന്തൊക്കെയാ പേരുകൾ അവിടെ കിട്ടിയേക്കുന്നതെന്ന് അറിയാമോ റെനെ? പുറത്തിറങ്ങുമ്പോൾ ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അമ്മാതിരി നെഗറ്റീവ് പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നുള്ളത്. അനുമോളുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് കരയിച്ച് ഇപ്പം സ്വയം ഇരുന്ന് കരയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ 2-3 ദിവസമായിട്ട്. ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. അങ്ങോട്ട് കൊടുക്കുന്നത് തിരിച്ചും കിട്ടും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. അതിപ്പം ആർക്കാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സഹായമാണെങ്കിലും ഉപദ്രവമാണെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ അതൊക്കെ തിരിച്ച് നമുക്കും കിട്ടും. അത് ഉൾക്കൊള്ളാൻ പഠിക്കണം, അത്രേ ഉള്ളൂ. ശരി, എന്നാൽ ടാറ്റാ.